അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് നല്ലൊരു ഭർത്താവിന് ചില മാതൃകയുണ്ട്. ആയിഷ ബീവിയിൽ നിന്ന് നല്ലൊരു ഭാര്യയ്ക്ക് ചില മാതൃകയുണ്ട്. ഒരു ദിവസം ഇതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ രാത്രി കിടന്നുറങ്ങാതെ നിസ്കരിക്കാൻ വല്ലാതെ കൊതി തോന്നി, വല്ലാത്ത ആഗ്രഹം തോന്നി നബി തങ്ങൾക്ക്. ആയിഷ ബീവിയുടെ കൂടെയാണ് അന്ന് കിടപ്പറ പങ്കിടേണ്ടത്, ആയിഷ ബീവിയുടെ കൂടെയാണ് അന്ന് കിടന്നുറങ്ങേണ്ടത്. അപ്പൊ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആയിഷ, എന്നെ ഒന്ന് നിസ്കരിക്കാൻ നീ അനുവദിക്കുമോ ആയിഷ? നിസ്കരിക്കാൻ എനിക്ക് സമ്മതം തരുമോ ആയിഷ? രാത്രി ആയിഷ ബീവിയുടെ കൂടെ കിടന്നുറങ്ങേണ്ട സമയത്ത് ഒരു ഭർത്താവ് ഭാര്യയോട് സമ്മതം ചോദിക്കാണ്. കളി കാണാൻ പോവാനല്ല, അങ്ങാടിയിൽ പോയി സ്വറ പറയാനല്ല, ചങ്ങാതിമാരുടെ കൂടെ ഫുഡ് കഴിക്കാൻ പോവാനല്ല. നബി തങ്ങൾ ചോദിക്കുകയാണ്, ആയിഷ, എനിക്കിന്ന് രാത്രി നിന്റെ കൂടെ കിടന്നുറങ്ങുന്നതിന് പകരം നിസ്കരിക്കാൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ അവസരം തരുമോ ആയിഷ? നിനക്ക് സമ്മതമാണോ ആയിഷ? നോക്കൂ നിങ്ങള്, എല്ലാ ഭർത്താക്കന്മാരും ഹബീബായ നബി തങ്ങളിൽ നിന്ന് മാതൃകയാക്കേണ്ട ഒരു മര്യാദയാണ്, ഒരു മാന്യതയാണിത്. കാരണം രാത്രി സമയം ഭാര്യയുടെ കൂടെയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. അങ്ങാടികളിലല്ല, ടൗണിലല്ല, സ്റ്റാൻഡുകളിലല്ല, നമ്മുടെ ഭാര്യമാരുടെ കൂടെ രാത്രി സമയങ്ങളിൽ ചെലവഴിക്കേണ്ട നമ്മള് ഇബാദത്ത് ചെയ്യാൻ പോലും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വന്തം ഭാര്യയോട് സമ്മതം ചോദിക്കുകയാണ്. ഇത് ഭർത്താവ് പഠിക്കേണ്ട കാര്യമാണെങ്കിൽ ഇത് ഭാര്യമാര് പഠിക്കേണ്ട കാര്യം ആയിഷ ബീവിയിൽ നിന്ന് മനസ്സിലാവും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന് നൽകുന്ന മറുപടി ഇങ്ങനെയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്റെ കൂടെ കിടന്നുറങ്ങണം എന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ എന്റെ കൂടെ കിടന്നുറങ്ങണം എന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ നിസ്കരിക്കുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഖുർആൻ ഓതുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കൂടെ നിങ്ങൾ കിടക്കണം, എന്റെ കൂടെ നിങ്ങൾ ഉറങ്ങണം എന്നാണ്, എന്റെ കൂടെ സമയം ചെലവഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്റെ ഭർത്താവായ നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി എന്റെ ആഗ്രഹത്തെ ഞാൻ ത്യജിക്കുകയാണെന്ന് ആയിഷ. ഇതാണ് സ്ത്രീകൾ പഠിക്കേണ്ടത് ആയിഷയിൽ നിന്ന്. എന്റെ ആഗ്രഹം ഇതാണ്, എന്റെ താല്പര്യം ഇതാണ്. പക്ഷേ ഭർത്താവിനോട് പറയണം, നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്റെ സന്തോഷത്തെ ഞാൻ ത്യജിക്കുകയാണ്. എന്റെ സന്തോഷമാണ് പ്രധാനം, എന്റെ സന്തോഷത്തിനാണ് ഒന്നാം സ്ഥാനം. ആ രീതിയിൽ സംസാരിക്കുന്നതിന് പകരം നിങ്ങളുടെ സന്തോഷത്തിനാണ് ഞാൻ പ്രയോറിറ്റി നൽകുന്നത് എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ സന്തോഷത്തിന് പ്രയോറിറ്റി നൽകിയാൽ ഒരുപക്ഷെ ഭർത്താവ് തന്റെ സന്തോഷം മാറ്റിവെച്ച് ഭാര്യയുടെ സന്തോഷത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ജീവിതത്തിൽ രണ്ടു പേർക്കും പഠിക്കാനുണ്ട്, ഭാര്യയ്ക്കും പഠിക്കാനുണ്ട്, ഭർത്താവിനും പഠിക്കാനുണ്ട്. അവ